അങ്ങനെ അതങ്ങ് നടന്നു. എത്ര വർഷമായിട്ടാഗ്രഹിക്കണ കാര്യം യവന്മാരൊക്കെ കൂടെ ഒന്ന് കൂടാണ്. പക്ഷെ അളിയ നീ ഇല്ലെങ്കിൽ അത് നടക്കൂല. യവൻ കാര്യമാണ് അത് നടന്നത് തന്നെ. മനപ്പുറം പറ്റിയല്ല, ഞാൻ പറഞ്ഞില്ല അളിയ. ഞാൻ ഒരു സമാധാനം അളിയ. വീട്ടിലൊക്കെ നിന്ന് തിരിയുമ്പോ അങ്ങോട്ട് കുറ്റം ഇങ്ങോട്ട് കുറ്റം. അയ്യോ തലപ്രാന്തെടുത്ത്. അതാ പറഞ്ഞ സത്യം. നിങ്ങളുടെ അതേ അവസ്ഥയാണ് ഗൾഫിൽ. തിരിയാൻ പറ്റില്ല. ഓഫീസിൽ ചെന്നെത്തിയ കോള്, ഓഫീസിൽ ഇരിക്കുമ്പോ കോള്, ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുമ്പോ കോള്, ഇപ്പൊ ഇറങ്ങിയ കോള്. സത്യത്തിലുണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ ഭയങ്കരനാടാ. എന്താ നീ നിന്റെ പെണ്ണുമ്പിള്ള കൊണ്ട് അവിടെ ആക്കിട്ട് വന്നില്ലേ? എന്റെ ഭാര്യ നല്ല സ്നേഹമുള്ള അത് അതും കണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്. അല്ല ഒരിക്കലും കുഴപ്പമില്ല. ഞാൻ നോക്കി രണ്ടോട്ടം നോക്കി, കുഴപ്പമൊന്നുമില്ല. സത്യം പിന്നെ അവളവിടെ നീ അവിടെ ആക്കിയിട്ട് സാധനം കിട്ടില്ല. അത് നമ്മള് എല്ലാ സാധനം കിട്ടൂലല്ലേ. അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നു. നീ വരുമ്പോ നല്ലൊരു സാധനം കൊണ്ടുപോകാൻ തരാം. എന്തോന്ന് കൂറ സാധനം വന്നിട്ട് 2 ആഴ്ചയായി. മറ്റന്നാൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ സാധാരണ ഗൾഫുകാർ വന്നു കഴിഞ്ഞാൽ 2 ദിവസം പോലും വീട്ടിൽ സാധനം ഇരിക്കത്തില്ല. അത് ശരിയാണ്. 2 ആഴ്ച വെച്ച് എന്ത് ചെയ്യാൻ? ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മള് അന്ന് ഷാപ്പിൽ പോയപ്പോഴേ ഈ പാട്ട് പാടി അന്ന് ഒരു അപ്പുറത്ത് റൂമിലിരുന്ന ഒരു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചെമ്മാനം പൂക്കണല്ലോ, തെങ്കാറ്റ് വീസണല്ലോ. ചെമ്മാനം പൂക്കണല്ലോ, തെങ്കാറ്റ് വീസണല്ലോ. വെള്ളിമേഘ തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘ തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി സമ്മാനമായി. ഹലോ, മോളെ. എന്താ ജന്തി കിടന്നടേ? കഴിച്ചായിരുന്നു. അവിടെ എന്താ? ശരി ശരി, സൂക്ഷിച്ചൊക്കെ നിൽക്കണേ. ശരി ശരി. സമ്മാനമായി സമ്മാനമായി കയ്യങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയെടുത്തു. നിന്റെ ഭാര്യയുടെ സ്നേഹം കുറച്ച് കൂടിപ്പോയാണ്. ഇവക്ക് എന്തെന്നറിയാൻ പറ്റില്ല. കടിച്ച് അല്ല, ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റതാ. ഓ ഓ ഓ ഓ ഞാൻ വിളിക്കാം, രാവിലെ വിളിക്കാം. രാവിലെ എല്ലാം ചില സമയമൊക്കെ എവിടെയൊക്കെ വലിച്ചു ഭിത്തി ഓട്ടിക്കാൻ തോന്നുന്നു. ചുമ്മാ കിടന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ അവിടെ കിടന്ന്, അല്ലേ? നമ്മള്
ടെൻഷൻ ഒഴിവാക്കാം. അല്ലെ മൂട് പോയെന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മൂടും പോയില്ല, ഒന്നും പോയില്ല. നിന്റെ മൂട് പോയാടാ. ഇല്ല, അടിച്ചത് മൊത്തം പോയി. ആ നിനക്കിത് പോരല്ലോ. സമാനമായി സമാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാം. വെള്ളാമ്പൽ പൂവ് തരാം. ആ ഫോണെടുത്ത് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. ഇവക്ക് വേറെ ഒരു ജോലി തോന്നുന്നു. ഉറങ്ങി രാവിലെ വരൂലേ? എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാണ്ടല്ലേ എവളുമാരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന കണ്ടീഷനാണല്ലേ. ഭാര്യ എന്ന് പറയുന്നത് അവിടെ ചെയ്താൽ കുറ്റം. ഇറങ്ങി പോയി വന്ന് കഴിച്ച് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നമ്മളത് എന്ത് നല്ല മൂടാണ് നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എപ്പോഴും ഇതിനിടയ്ക്ക് ഫോൺ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡൈവേഴ്സ്. ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെയൊക്കെ ഫോൺ ഒപ്പരോ ഇതുപോലുള്ള പരിപാടിക്കണ്ടല്ലോ, മൊബൈലും ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അതാണ് ഫോൺ എടുത്തില്ല. അയ്യാ ചില സമയത്ത് ഇതിലൊക്കെ നമ്മൾ ഈ സ്വഭാവങ്ങൾ കാണും. ഡൈവേഴ്സ് വന്നു ഒരിക്കലല്ല. ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് അവളെ സ്വഭാവം അനുസരിച്ച് ഒരു 10-15 പ്രാവശ്യം ഡൈവേഴ്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ജീവിതത്തില് നല്ല മൂഡിലായിരുന്നു. ഇനി ആ ഫോൺ എടുക്കൂല. അപ്പൊ നമ്മള് വീണ്ടും ദാരിദ്ര്യം കാണിച്ചിട്ട് പെണ്ണ് കെട്ടണ്ട അച്ഛനും അമ്മ കൂടാറെല്ലാം പറഞ്ഞു. അത് ഞാൻ കെട്ടി കൊടുത്തു. തീർന്നു തൊലഞ്ഞ് ജീവിതം. ഇനി നമ്മുടെ അനിയന്മാരത്ത് പറയാൻ ഒറ്റ പുതിയ തലമുറയോട് നമ്മളെ ഉപദേശം ദയവേത് പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടിയാൽ നിന്റെയൊക്കെ ജീവിതം അത്രയ്ക്കങ്ങ് പോണം. അപ്പുറത്തെ മറ്റേ സാറിന് വിടുന്ന സാറിന് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. വരാ സാറേ. ഇപ്പൊ ഇപ്പൊ വേറെ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ അല്ല പൂച്ചയെ പട്ടിയൊക്കെ എന്റെ എന്താ Ah